ഹലോ, അസ്സലാമലൈക്കും. എല്ലാവർക്കും ഞങ്ങൾ ചാനലിലേക്ക് സ്വാഗതം. അതന്നെ കീസയും തൂക്കിയിട്ടുള്ള ഇവരെ വരവ് കണ്ടാ വിചാരിക്കും ഞങ്ങൾ 1-2 ദിവസത്തേക്ക് എവിടെയോ കൂടാൻ പോകുന്നതാണ്. അതൊന്നല്ല കേട്ടോ, വടകര ബീച്ചിലേക്ക് പോകുന്ന കാഴ്ചയാണിത്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് മക്കൾ ചോദിക്കുന്നുണ്ടേ നമുക്ക് ബീച്ചിൽ പോയാലോ എന്ന്. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞാൽ പിന്നെ നമുക്ക് നാളെ പോയാലോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ 2 പേര് 2 സഞ്ചി എടുത്ത് എന്തൊക്കെയോ അതിൽ കുത്തി വെക്കുന്നത്, നിറച്ച് വെക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. ആ സഞ്ചിയെ ഈ കൈ പിടിച്ച് തൂക്കി വരുന്നത്. പണ്ടൊക്കെ ഈ സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര തിരക്ക് കാണും. ഇന്നെന്തോ വലിയ തിരക്ക് കണ്ടിട്ടില്ല. എല്ലപ്പോൾ ഇങ്ങനെയാണോ അല്ലെങ്കിൽ ഇന്ന് മാത്രമാണോ ഇങ്ങനെയൊന്നും അറിയില്ലേ. ഇന്ന് വലിയ തിരക്ക് കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ഈ വെക്കേഷൻ സമയത്തൊക്കെ നല്ല തിരക്ക് ഉണ്ടാവേണ്ടതല്ലേ. കാലാവസ്ഥ മോശമായത് കാരണം വീഡിയോ കുറച്ച് ക്ലിയർ കുറവാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും അല്ലെങ്കിൽ ഇവളെ വീഡിയോ വലിയ ക്ലിയർ ആണെന്ന്. പിന്നെ അതെനിക്കറിയാം, വീഡിയോ ക്ലിയർ കുറവാണ്. ഇൻഷാ അല്ലാ നല്ല ഫോണൊക്കെ വാങ്ങിയിട്ട് നല്ല നല്ല ക്ലിയറുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ ഇൻഷാ അല്ലാ. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ കുട്ടികൾക്ക് 5 രൂപയും മുതിർന്നവർക്ക് 10 രൂപയുമാണ്. കുട്ടികൾക്ക് കളിക്കാൻ കുറച്ച് കളി സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങളെ മക്കൾക്ക് വെള്ളത്തിൽ നിന്ന് കളിക്കാനാണ് വന്നത് തന്നെ. അപ്പോൾ അവരിവിടെ കുറച്ച് സമയം നിന്നിട്ടുള്ളൂ. അവർ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് തിരക്കൂട്ടിയത് കാരണം ഞങ്ങൾ വേഗം പുറത്തിറങ്ങി. വെള്ളം കണ്ടതും ഫാത്തിമ എൻ്റെ കൈയും പിടിച്ച് വെള്ളത്തിലേക്ക് ഒരൊറ്റ ഓട്ട. അവൾ വീട്ടിൽ നിന്ന് തന്നെ വെള്ളം കണ്ടാൽ ടാപ്പ് തുറന്നിട്ടിട്ട് വെള്ളത്തിൽ നിന്ന് കളിക്കലാണ് അവളെ പണി. അപ്പോൾ പിന്നെ കടലിലെ വെള്ളം കണ്ടാൽ പറയണ്ടാരോ. അപ്പോൾ അവളെ പറഞ്ഞിട്ടും കാര്യമില്ല, വെള്ളത്തിൽ നിന്ന് കളിക്കാൻ നല്ല രസമുള്ള പരിപാടിയാണല്ലോ. അല്ലാണ്ട് തന്നെ തിരമാല വരുന്നതും വെള്ളത്തിൽ നിന്ന് കളിക്കാനൊക്കെ നമുക്ക് തന്നെ മനസ്സിന് നല്ല കുളിർമ തരുന്ന പരിപാടിയാണ്. അപ്പം ഞങ്ങൾ കുറേ സമയം അവിടെ നിന്ന് വെള്ളത്തിൽ നിന്ന് കളിച്ചു. പിന്നെ മക്കൾ ഡ്രസ്സൊക്കെ എടുത്തിട്ട് വന്നതാണല്ലോ, അതുകൊണ്ട് അവരെ കൂടി കുറേ സമയം വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ കളിക്കുകയൊക്കെ ചെയ്ത്. പിന്നെ എനിക്ക് സ്വതവേ ഭയങ്കര പേടിയാണ് കേട്ടോ വെള്ളത്തിൽ നിന്ന് കളിക്കലൊക്കെ. നല്ല ഇഷ്ടമാണ്, പക്ഷേങ്കിൽ എനിക്ക് പേടിയും കൂടിയാണ്. ഞാൻ എവിടെ വെള്ളത്തിൽ നിന്ന് കളിച്ചോ അവിടെയൊക്കെ ഞാൻ മുങ്ങിയിട്ടാണ് വരുത്ത്. പിന്നെ എൻ്റെ ഉമ്മയൊക്കെ പറയും 2 ബക്കറ്റ് വെള്ളം മുഴുവനായിട്ടും കണ്ടാൽ അവൾ മുങ്ങുമെന്ന്. ഞാനിതിൽ മുന്നേ വിസ്മയിൽ ഇങ്ങനെ ഫാമിലി ആയിട്ട് പോയപ്പോഴൊക്കെ അവിടെ നിന്ന് ഈ വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് മുങ്ങുന്നതൊന്നും എനിക്ക് തന്നെ മനസ്സിലാവില്ല. ഞാനൊരു തോട്ടിലോ പുഴയിലോ അങ്ങനെയൊന്നും പോയിട്ട് കുളിക്കാറൊന്നുമില്ല. അവിടെ നിന്നൊക്കെ കുളിച്ചാൽ ഞാനെന്നൊക്കെ മുങ്ങും. അപ്പോൾ ചിലർക്ക് എങ്ങനെ ഉണ്ടാവുമായിരിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ പിന്നെ ഫാത്തിമാനെ എങ്ങനെയൊക്കെയോ പിടിച്ച് കരക്ക് കയറ്റി ഞങ്ങൾ പിന്നെ ഇവിടെ നിന്ന് പോകുന്നു കേട്ടോ. പിന്നെ വെള്ളത്തിൽ ഇറങ്ങാനും കളിക്കാനൊക്കെ നല്ല രസമാണ്. ഈ വെള്ളത്തിൽ നിന്ന് കയറും വെള്ള പ്രയാസമാണ്. കാലും മേലവും പിന്നെ നമ്മളെ പാൻറ്റിലൊക്കെ ഫുള്ള് മണലായിരുന്നേനു. അപ്പോൾ നമ്മൾ ഈ വടകര ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെ ചെറിയൊരു കടയുണ്ട് കേട്ടോ. കടയുടെ പേര് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ചെറിയ കടയാണെങ്കിലും ഉള്ളിൽ നല്ല സൗകര്യമുണ്ട്, ഭയങ്കര തിരക്കും അങ്ങനെയൊക്കെയുള്ള നല്ലൊരു കട. തിരക്ക് മാത്രമല്ല, ഫുഡ് ഭയങ്കരമാണ്. ഫുഡ് എന്ന് പറയുമ്പോൾ അട, നെയ്റോസ്റ്റ്, മസാല ദോശ, വട, ചട്നി അതൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അത് ഭയങ്കര ടേസ്റ്റായിരുന്നു. ഞാനിതിൽ മുന്നേ കഴിച്ചിട്ടുണ്ടായിരുന്നു അവിടുന്ന്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അത് കഴിച്ചു. അതിന് ശേഷം ഞങ്ങൾ തിരിച്ചു വന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അസ്സലാമു അലൈക്കും.